മോഷണ സാധനം എവിടെയാ വെച്ചിരിക്കുന്നത് പറയടാ. ഇവനോട് ഇങ്ങനെ ചോദിച്ചാ പറയില്ല. ഞാൻ എന്റെ സ്റ്റൈലിൽ ചോദിക്കാം, അപ്പൊ പറയും. പിടിക്ക്, വേഗം പിടിക്ക്. എടോ, സർക്കാരിന്റെ സാധനങ്ങളാണ്, സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. പറയുന്നത് കേക്ക്, മര്യാദയ്ക്ക് അവിടെ വെക്ക്. ഇവിടെ എന്താ സംഭവിക്കുന്നേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? നല്ലവണ്ണം നോക്ക്, ഗുണ്ട ചാടി പോവുകയാണ്. വേഗം അവനെ പിടിക്ക്. ഹണി, നീ കാരണമാണ് ഗുണ്ട ചാടിപ്പോയത്. എന്നെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളിയാവും. തുടങ്ങാം. ബോള് കൊണ്ടുവരൂ. രണ്ടും ഔട്ടായി. സംശയമുണ്ടോ? ബണി എറിയ. വേണ്ടടാ, കിറ്റിയുടെ ദേഹത്ത് കൊള്ളും. അതങ്ങനെയൊന്നും കൊള്ളരുതേ, ഇങ്ങോട്ടതാ. ഔട്ടായി, മനസ്സിലായോ? ഔട്ട്.
Go, Sunny, go! കറിവെച്ച കോഴി ആരാ എടുത്ത് പൊരിച്ചത്? ഈ ഹണിക്ക് എന്താണ് സംഭവിച്ചത്? അടികൈ. ഞങ്ങളിപ്പോ ഒരു സിനിമ കണ്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ തന്നെ ഒരു ഹീറോ ആയിട്ടാണ് ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ സ്റ്റാർ അല്ലടാ, കഴുതയാണ് കഴുത. കോപ്പി അടിക്കുന്നവർക്ക് ഒരിക്കലും ഹീറോയി മാറാൻ കഴിയുകയില്ല. ഹ, എന്നെ തൊട്ടാൽ ആരെയും ഞാൻ വെറുതെ വിടുകയില്ല. ഏ? ഓ, എന്റെ ഏരിയയിൽ വന്ന് മോഷണോ? മോഷ്ടിച്ചിട്ട് ഓടാൻ നോക്കണോ? ഏ? ഏ? നിങ്ങൾ എന്തിനാ ഇനി ഓടിക്കൊണ്ടിരിക്കുന്നത്? ഞാനിത് ഇവനെ പിടിച്ചു കഴിഞ്ഞു. റോഡിൽ ചീറിപ്പായും ലോറി. ഇവൻ ചെയ്ത തെറ്റിന് ഞങ്ങൾ പറയുന്നു സോറി. അടികൈ. നിനക്കെന്താ വട്ട് പിടിച്ചോ ബണ്ണി? മാമ്പഴം വേണമെങ്കിൽ നമുക്കത് കടയിൽ നിന്നും വാങ്ങാമല്ലോ. ആ അതും അല്ലെങ്കിൽ ഞാൻ മരത്തിന്ന് പറിച്ചു തരാന്നേ. സംശയമുണ്ടോ? പോപ്പട്ടെ, ഞങ്ങൾ പൂച്ചകളാണ്. അതിന് ഞാൻ നീ കൊരങ്ങാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പൂച്ചയാണെങ്കി പിന്നെ നീ പറയേണ്ട ആവശ്യം തിരിക്കുന്നു ഞാൻ കൊരങ്ങാണെന്ന്. നീ ഒരു കഴുതയാ. ആ എന്നാ പൂച്ചയോ ആണല്ലോ. കഴുത എന്ന് വിളിച്ചാലും കൊരങ്ങെന്ന് വിളിച്ചാലും പൂച്ച പൂച്ചയല്ലേ? ഞാൻ പറഞ്ഞ നമ്മൾ പൂച്ചകളാണെന്നാ. നമുക്ക് മരത്തിൽ കയറി പറിക്കാമല്ലോ. പക്ഷെ കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തുന്നത് ഒരു രസമാ. പക്ഷേ ഒന്നുപോലും ലക്ഷ്യത്തിൽ കൊള്ളുന്നില്ലല്ലോ. ഓ ഓ അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്താ ഒരു ഉന്നം. ഇനിയാണ് രസം. ബൈ ബൈ. അവര് വന്നിട്ട് 2 മിനിറ്റിനുള്ളിൽ മാങ്ങയും പറിച്ചോണ്ട് പോവുകയും ചെയ്തു. ഞങ്ങൾ ശ്രമിച്ചിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല. നിങ്ങളിവിടെ മാങ്ങ പറിച്ചോണ്ടിരിക്കുകയാണോ? അവിടെ നിങ്ങളുടെ പൂക്കളെല്ലാം കാക്കകൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത്? ഏയ്, പോ, പോ. കാക്കേ, കാക്കേ. എടാ കള്ള കാക്കേ, നിക്കടവിടെ. ഈശ്വര, ഒന്നിനു പുറകെ 4 ചീറ്റിംഗ്. ബണി എന്നെ രക്ഷിക്കടാ. കിറ്റി, അങ്ങോട്ട് നോക്ക് എന്താ സംഭവിക്കുന്നെന്ന്. എന്റെ അമ്മോ, ഒന്നുപോലും കൊണ്ടില്ലല്ലോ. ഒന്നേ രണ്ടേ മൂന്ന് നാല്. നീ ഞങ്ങളുടെ പഴം കഴിച്ചല്ലേ? നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തരാടാ. സോറി ഹണി. ഒരു കുഴപ്പമില്ല. ഔ, ഇനി മുകളിലേക്ക് എറിയ. സോറി. എടാ നിങ്ങളോ എന്താ ടമ്പിൾസ് അടിക്കാൻ പോവുകയാണോ? എന്നാ? പോപ്പട്ടെ, ഡമ്പലെടുത്ത് കളിക്കണ്ട. ഡമ്പലിന്റെ അടിയിൽപ്പെട്ട് ചമ്മന്തി ആവും. താൻ പറഞ്ഞ ശരി തന്നെയാ. അല്ല, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? തോത്താറാമേ, ഹണിക്കൊരു ടീച്ചർ വേണം. എവന്റെ ഉള്ളിലുള്ള ടാലന്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ. ഞാനാകാം ഇവന്റെ ടീച്ചർ. അപ്പൊ സംഭവം അടിപൊളി ആകുമല്ലോ. എന്നാ പറയേ, ഹണിക്ക് എന്തൊക്കെ ടാലന്റാണ് ഉള്ളത്? കരാട്ടെ. കരാട്ടെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒന്നാണ്. വേണമെങ്കിൽ ഞാൻ കാണിക്കട്ടെ.
ഊർക്കം വരിയല്ലേ എന്റെ പൊന്നെ. കരാട്ടെ ഏതാ ഇതുപോലെ. ശരി എന്നാ, ഇനി നിന്റെ ഊഴമാണ്. വേഗം ഇടിച്ച് പൊട്ടിക്ക. പക്ഷെ പൊട്ടിക്കേണ്ടത് ഏതാണ്? ഓടാണോ അതോ കയ്യോ? എന്റെ പൊന്നെ, നീ ആ ഓടൊന്ന് പൊട്ടിക്കേ. പൊട്ടിപ്പോയി. എന്റെ ചക്കരെ, ഇനി അത് പൊട്ടിയിട്ടില്ലടാ. പൊട്ടിയെന്ന് പറഞ്ഞത് എന്റെ കയ്യാ. അമ്മച്ചി, എന്റെ കൈ പൊട്ടിയേ. ഇനി എന്ത് ചെയ്യും തോത്താറാം? വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മനസ്സിൽ? വേണ്ട, വിട്ടേക്ക് കൊച്ചളിയാ. തോത്താറാമിന്റെ ടീച്ചിങ് കാരണം എന്റെ കൈന്റെ പണി തന്നെ പോയിരിക്കുക. കാര്യം വളരെ സിമ്പിൾ ആണ്. ഇവനെ കൊണ്ട് കരാട്ടെ എന്നുള്ള സംഭവം തന്നെ നടക്കില്ല. എന്നാ പിന്നെ ഓട് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പറഞ്ഞുകൂടായിരുന്നോ? പക്ഷെ കാര്യം കൺഫേം ചെയ്യണമല്ലോ. ദേ നോക്ക്, ഇവിടെയോ കുഴിക്കേണ്ടത്. ഇവിടെ. പക്ഷെ എങ്ങനെ? ഡെമോ കാണിക്കേ. ശരിയെന്നാ. എടാ നീ എന്താ ഈ കാണിക്കുന്നത്? കണ്ണ് മുഴുവൻ മണ്ണ് വാരി എറിഞ്ഞോണ്ടിരിക്കുകയാണ്. എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നീ ചെയ്ത് കാണിക്ക്. വേഗം വന്ന് മണ്ണ് കുഴിക്കാൻ നോക്കട്ടെ. കണ്ടോ, എല്ലാവരുടെയും ടാലന്റ് വെള്ളത്തിലായിരിക്കാണ്. ഇവൻ വല്ലാത്ത ശക്തിമാനാണ്. അവന്റെ പക്കൽ ശക്തിയുണ്ടെങ്കിൽ നമ്മുടെ പക്കൽ ബുദ്ധിയുണ്ട്. കലക്കി ബണ്ണി, കലക്കി. അവൻ എങ്ങോട്ടാ പോയത്? ഇതാ കണ്ടോ എന്റെ മറ്റൊരു ടാലന്റ്. എന്റെ അമ്മോ, ഇതെന്ത് ഡ്രാമയാ? ഇത് ഡ്രാമയല്ല, ഇത് ടാലന്റാ. എടാ എന്റെ പൊന്നു ഹണിക്കുട്ട, ഒന്ന് സൂക്ഷിച്ച്. ഞാൻ സൂക്ഷിച്ചു തന്നെ ചെയ്യുന്നത്. പക്ഷെ സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. കണ്ടോ, ടാലന്റ് ഷോയിൽ എന്റെ പുറത്തേക്ക് വരേണ്ട തക്കാളികളെല്ലാം നിങ്ങളുടെ പുറത്ത് കൊണ്ടുവന്ന് കരുതിയാ മതി.
നീ ടെൻഷൻ അടിക്കണ്ട ആളിയാ. നിന്റെ ഉള്ളിലെ ടാലന്റ് ഞങ്ങൾ കണ്ടെത്താം, മനസ്സിലായ? ആ പൊന്നളിയാ, നീ പെയിന്റിങ് അതൊരു വലിയ ടാലന്റാ. അത് കൊള്ളാം. ഞാൻ എന്തായാലും പെയിന്റിങ് ചെയ്യാം. അടിച്ചു പൊളിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ടാലന്റ് കാണിക്കുകയാണെങ്കിലേ പുറത്തു പോയി കാണിച്ചാ മതി, അല്ലെങ്കിൽ വീടിനും എനിക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ക്രീം എന്ന് പറഞ്ഞാൽ മധുരം. മധുരമുള്ള മഞ്ഞ്. കേൾക്കുമ്പോൾ തന്നെ വളരെ നന്നായിരിക്കുന്നു. കഴിക്കാനും നന്നായിരിക്കേണ്ട ചേച്ചി, അല്ലേ കൊച്ചളിയ? നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരൂ, ഇല്ലെങ്കിൽ ഇവിടെയുള്ളതെല്ലാം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ജീവിതം എപ്പോഴും നശിച്ചു പോയി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇരിക്കണമെങ്കിൽ എവിടെ ഇരിക്കും? പോകണമെങ്കിൽ എങ്ങോട്ട് പോകും? ഇതിനെ താഴെ ഇറക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അതാണ് മധുരമഞ്ഞ്. ആഹാ, ഇതാണ് മധുരമുള്ള മഞ്ഞ്. ആ പക്ഷെ ഇതിനെ ലിവിംഗ് റൂമിൽ വെച്ച് വേണം കഴിക്കാൻ. ഇത് വളരെ നന്നായിരിക്കുന്നു. കാട്ടിൽ ഇതുപോലത്തെ സാധനം എവിടെയും കിട്ടില്ല. വേണമെങ്കിൽ ഇത് കാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ബാക്കി അവിടെ വെച്ച് കഴിച്ചോളൂ. പക്ഷെ ഞാൻ ഇനി ഒരിക്കലും കാട്ടിലേക്ക് പോകാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. പക്ഷേ എന്തിനാ? ഇവിടുള്ള സാധനങ്ങൾക്കെല്ലാം എന്ത് ഭംഗിയാണ്. ഇതുപോലത്തെ ഒരു സാധനം പോലും അവിടെ ഇല്ല. മാത്രമല്ല അവിടെ മധുരമുള്ള മഞ്ഞും കിട്ടില്ല. ആഹാ ആഹാ, അപ്പോൾ നമ്മൾ ഇനി എപ്പോഴും കൂടി തന്നെ ജീവിക്കണം അല്ലേ? സംശയമുണ്ടോ? എനിക്ക് മനസ്സിൽ വല്ലാതെ പേടി തോന്നുന്നു. ചേച്ചി പേടിക്കണ്ട, കേറി വരുവാണെങ്കിൽ നിങ്ങളെക്കാളും മുമ്പേ ഞങ്ങളായിരിക്കും ഓടുന്നത്. ഹണി പറഞ്ഞു വന്നത് എല്ലാരെക്കാളും മുന്നേ അയാളെ ഫേസ് ചെയ്യുന്നത് ഞങ്ങളായിരിക്കുമെന്ന്. നിങ്ങൾക്ക് സേർഷിയെ പറ്റി അറിയില്ല. അവൻ വല്ലാത്ത അപകടകാരിയാണ്. ഞങ്ങൾ അയാളെക്കാളും വലിയ അപകടകാരികളെ ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കരടി വാസു എന്ന പേര് കേട്ടിട്ടുണ്ടോ? ബെൽറ്റ് മത്തായി എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അട്ടപ്പാറയെ കുലുക്കിയെടുത്ത കുട്ടൻപിള്ള എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവരെല്ലാം കൊന്നത് നിങ്ങളാണോ? ഇല്ല, ഞങ്ങള് ഇവരുടെയൊക്കെ പേര് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞങ്ങളെ പോലെ കാട്ടിലുള്ളവർക്കും ഈ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന്. ഇവൻ വീണ്ടും എണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംശയമുണ്ടോ? അപ്പൊ ഐസിലിട്ട പോലെ ആയല്ലോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാട്ടുപൂച്ചകളെ ഇഷ്ടമല്ലാന്ന്. ഹണി, അതിനെ നമുക്ക് രക്ഷിച്ചേ മതിയാകൂ.